ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, രേണുവിന് വീട് വെക്കാനായിട്ട് ബിഷപ്പ് സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബിഷപ്പ് ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭീഷണി നേരിടുന്നുണ്ട്, ജീവനെ പേടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും ആരൊക്കെ വരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം രേണു ചെയ്യുന്നു, രേണു ആർക്കോ കൊട്ടേഷൻ കൊടുത്തു, ഗുണ്ടകൾ അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എന്തായാലും അതിന്റെ സത്യാവസ്ഥ നിലവിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമസ്കാരം, ഫിറോസാണ്. ആദ്യമായിട്ടൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാം. നമ്മുടെ കൊല്ലം സുധി എന്ന് പറയുന്ന നമ്മളിൽ നിന്ന് മരണപ്പെട്ട കലാകാരന്റെ വീടിന്റെ അപ്രൂവല് ഇന്നലെ നമുക്ക് കിട്ടി. നമ്മൾ കൊടുത്ത ഡ്രോയിങ്ങിനകത്ത് ഒരു ചേഞ്ചസും വരുത്താതെ തന്നെ നമുക്കതിന്റെ അപ്രൂവല് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നങ്ങൾ, ഒരുപാട് ഓൺലൈൻ മീഡിയാസ്, അതുപോലെ തന്നെ ഈ ഞാൻ മുൻപ് ഇട്ട വീഡിയോസ് കണ്ടിട്ട് അതിൽ കമന്റ് ചെയ്ത് അതിൽ ഷെയർ ചെയ്ത് അതുമായിട്ട് തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിൽ സംസാരിച്ച ഒരുപാട് വ്യക്തികളുടെ സപ്പോർട്ടുണ്ട്. അതെല്ലാം ഒത്തിരി സന്തോഷത്തോടെ കൂടെ തന്നെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പിന്നെ ഇതിനകത്ത് വലിയൊരു ഒരു കഥ ഉണ്ട്. ഈ ഒരു അപ്രൂവൽ എന്തുകൊണ്ട് ഡിലേ ആക്കി എന്നതിനകത്തൊരു വലിയ കഥ കിടക്കുന്നുണ്ട്. ആ കഥ ഞാൻ പറയാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കണം. നമുക്ക് ആദ്യമായിട്ട് വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാനും ഈ പാഷാണം ഷാജിയും അതുപോലെ തന്നെ സംഘടനയുള്ള അലക്സ് എന്ന് പറയുന്ന ആളും കൂടെ പോയിട്ടാണ് ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുന്നത്. അഡ്വാൻസ് കൊടുത്ത് ഞങ്ങൾ ആ സ്ഥലം ആൾമോസ്റ്റ് ഫിക്സ് ചെയ്യാൻ പോകുന്ന സമയത്താണ് നോബിൾ ഫിലിപ്പ് അമ്പലവേലി എന്ന് പറയുന്ന ഒരു ബിഷപ്പ് 7 സെന്റ് സ്ഥലം, ആൾമോസ്റ്റ് 7 സെന്റ് സ്ഥലം സുധിയുടെ വീടിന് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത്. ഇദ്ദേഹം ഈ ഒരു വാഗ്ദാനം തന്നു. നമ്മൾ അവിടെ ആ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ എതിർപ്പുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണലായിട്ട് വാട്സപ്പിലും മെസ്സഞ്ചറിലൊക്കെ മെസ്സേജ് അയച്ചു. ആ സ്ഥലം ഒരുപാട് കേസുകളുള്ള സ്ഥലമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്, അത് നിങ്ങൾ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുത്തിത്തിരിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് ഫ്ലവേഴ്സുമായിട്ട് സംസാരിച്ചു. ഫ്ലവേഴ്സ് അതിൻ്റെ ലീഗൽ പരമായിട്ടുള്ള എല്ലാ വശങ്ങളും ചെക്ക് ചെയ്തു. അതിൻ്റെ പേരിൽ കേസോ അല്ലെങ്കിൽ ആ സ്ഥലത്തിന് വലിയ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഒരു പ്രശ്നവുമില്ല എന്ന് അവിടുത്തെ വക്കീലേഴ്സ് ലീഗൽ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കൺഫർമേഷൻ തന്നതിന് ശേഷമാണ് നമ്മൾ അതിന്റെ രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഏകദേശം 12 ഏക്കർ സ്ഥലം അദ്ദേഹത്തിന്റെ അമ്മച്ചി സൗജന്യമായിട്ട് നൽകിയതാണ്. അമ്മച്ചിയുടെ മരണശേഷം അത് അമ്മച്ചി അദ്ദേഹത്തിന് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിനെ ഈ അമ്മച്ചിയെ നോക്കിയിരുന്നതും ശുശ്രൂഷിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ബിഷപ്പാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ പ്രത്യുപകാരമായിട്ടാണ് അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇവിടെ പ്രശ്നം തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അമ്മച്ചി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മറ്റു ബന്ധുക്കൾ, ചില ബന്ധുക്കൾ ഈ സ്ഥലത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ട് കേസ് കൊടുക്കുകയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കോടതി അത് നിരീക്ഷണങ്ങൾ നടത്തി അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, അദ്ദേഹത്തിന് ഇഷ്ടദാനമായിട്ട് അദ്ദേഹത്തിന്റെ അമ്മച്ചി കൊടുത്തതാണെന്നുള്ള കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് കോടതി അദ്ദേഹത്തിന് ഒരു നോ ഒബ്ജക്ഷൻ ലെറ്റർ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം അതിന് ഏകദേശം 6.25-7 സെന്റിന്റെ അടുത്ത് സുധിയുടെ 2 മക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. പക്ഷെ പിന്നീടും അവിടെ ഈ നോബിൾ ഫിലിപ്പ് അമ്പലവേലി എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരുപാട് സൈബർ അറ്റാക്കുകൾ, ഒരുപാട് വ്യാജ പരാതികളെല്ലാം അവരിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു ഈ കുടുംബക്കാർ. അതാണ് ആക്ച്വലി അവരുടെ ഒരു പരാതിയാണ് ഇതിന്റെ പുറകിൽ ഈ വീടിന്റെ പണിയുടെ അപ്രൂവൽ തരാതിരിക്കാൻ കാരണമെന്നാണ് നമ്മൾ പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഈ നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ഈ കിട്ടിയ സ്ഥലം വിൽക്കാനോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാനോ പാടില്ല. അത് അവിടെ സ്ഥലം വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരോട് അതിന് കേസുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അതിന് പ്രശ്നങ്ങളുണ്ട് എന്ന് വ്യാജമായി പ്രചരിപ്പിച്ചിട്ട് ആ കച്ചവടം കംപ്ലീറ്റ് മുടക്കുക. അദ്ദേഹത്തിനാണെങ്കിൽ സ്ഥലം വിറ്റ് പോണം, അദ്ദേഹത്തിന് വേറെ എവിടെക്കോ ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ആൾക്കാർക്ക് ഫ്രീ കൊടുത്തിട്ടുണ്ട്. അവിടെ അങ്കണവാടി നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അയ്യപ്പ എന്തോ സേവാ സംഘം അങ്ങനെ എന്തോ സംതിങ് അമ്പലത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തോ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ഒരു സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സുധിയുടെ കുടുംബത്തിന് സ്ഥലം കൊടുത്തു. അതേപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ആള്. അപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഈ പറയുന്ന സ്ഥലം ഇദ്ദേഹം വിൽക്കാൻ വേണ്ടിയിട്ട് കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് ഒരു 50 അല്ലെങ്കിൽ 30 ലക്ഷം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ സ്ഥലത്തിനൊരു കേസ് ഉണ്ട് എന്ന് നമ്മുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരും. അപ്പൊ അങ്ങനെ ഒരു
അറ്റാക്കാണ് അവിടെ തുടങ്ങുന്നത് ഈ ബിഷപ്പിനെതിരെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു സംഘം പഞ്ചായത്തിൽ പോവുകയും പഞ്ചായത്തിൽ പോയിട്ട് ഈ സ്ഥലം കേസിലാണെന്ന് പറയുകയും ഇതിന് അപ്രൂവൽ കൊടുക്കരുതെന്ന് പറയുകയും ഈ വീടിനെതിരെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് പഞ്ചായത്ത് ഇല്ലാത്ത ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷനിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ അപ്രൂവൽ വൈകിയത് എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അത് എന്താ പറയുക വെച്ചാല്, അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചെന്ന് വെച്ചാൽ, നിങ്ങൾ നോബൽ ഫിലിപ്പ് അമ്പലയിലേക്കെതിരെ അവർ കേസോ മറ്റോ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് അവരും നോബൽ ഫിലിപ്പും തമ്മിൽ നടത്തട്ടെ. നമ്മളെ സമയത്തോളം എന്ന് പറഞ്ഞാൽ സുധിയുടെ 2 മക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കരമടച്ച് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടി എല്ലാം ചെയ്ത ഒരു സ്ഥലം ഈ നോബൽ ഫിലിപ്പും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ ഒരാളെ കയ്യിൽ നിന്ന് സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കുമ്പോഴാണ് അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സ്റ്റോപ്പായി ചെയ്യേണ്ടത്. ഈ സ്ഥലം ഓൾറെഡി സുധിയുടെ 2 മക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ആ പ്ലോട്ടിൽ തന്നെ അവിടെ തന്നെ വേറെ 2 ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞു. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ ഒരു സംഘം അദ്ദേഹത്തിന്റെ കുറച്ച് ബന്ധുക്കൾ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ അത് കോടതി തള്ളിക്കളയുക, എന്നിട്ട് മുൻപ് കൊടുത്ത ഫയലിന്റെ ഫോട്ടോ കോപ്പിയും മറ്റുള്ള സാധനങ്ങളും എടുത്തിട്ട് വീണ്ടും പഞ്ചായത്തുകളിലും വില്ലേജുകളിലും പോയിട്ട് ഇയാൾക്കെതിരെ ഒരു അറ്റാക്ക് തുടങ്ങുക. അതിന്റെ ഭാഗമായിട്ടാണ് സുധിയുടെ വീട് പണിയുടെ അപ്രൂവല് തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും പഞ്ചായത്തിന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ അവസാനമായി കൊടുത്ത, അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൊടുത്ത അപ്രൂവൽ പ്ലാൻ പ്രകാരം അവർ നമുക്ക് അതിന്റെ അപ്രൂവൽ ഇന്നലെ തന്നിട്ടുണ്ട്. നമ്മൾ അത് പ്രകാരം ഇന്നലെ 5200 ഇപ്പൊ പറഞ്ഞത് എത്ര രൂപ അടച്ചെന്നുള്ളത് 5200 സംതിങ് ആണ് നമ്മൾ അടച്ചത്. ഞാനത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേണമെങ്കിൽ എൻ്റെ ഈ മൊബൈലിൽ നിന്ന് ഞാൻ അപ്രൂവലിന്റെ ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1 മിനിറ്റ്. കാണും, ഇതാണ് അതിന്റെ അപ്രൂവൽ. അപ്രൂവൽ നമുക്ക് കിട്ടി. നമ്മൾ ഇന്നലെ അടച്ച എമൗണ്ട് എത്രയാണെന്നുള്ള വെച്ച് കഴിഞ്ഞാല് 1 മിനിറ്റ്, അതിന്റെ സ്ലിപ്പ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഓക്കെ അതിന്റെ സ്ലിപ്പ് കിട്ടി അയച്ചിട്ടുള്ളത് 4529 രൂപയാണ് നമ്മൾ അടച്ചിട്ടുള്ളത്. അത് ഇതാ അതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഫോട്ടോ ഇതാ. അപ്പോ ഒരിക്കൽ കൂടെ ഞാൻ പറയാണ്, എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദിയുണ്ട്. പഞ്ചായത്തിന് ഇങ്ങനെ ഒരു മറ്റു ഭാഗത്തു നിന്നുള്ള ഒരു എന്താ പറയാ റോങ് ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടും അവര് കുറച്ച് കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടുമാണ് അവര്. പക്ഷെ അവരത് നമ്മുടെ അടുത്ത് ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ഡയറക്റ്റ് പറയാനും വയ്യ. അവര് കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് തീർക്കുക അവരെ ഉത്തരവാദിത്വം. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാനിതിൽ കൂടുതലായിട്ട് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾ ഫുള്ളായിട്ട് കേട്ടല്ലോ. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളിലോട്ട് എത്തിക്കാൻ കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എൻ്റെ വീഡിയോസിന് താഴെയും രേണുവിനെ പറ്റി നെഗറ്റീവായിട്ട് പറയുന്ന ഒത്തിരി പേരുണ്ട്. ബിഷപ്പിനോട് അങ്ങനെ കാണിച്ചാൽ എന്തായാലും കണ്ണീര് കുടിക്കേണ്ടി വരും, അതുകൊണ്ടാണ് രേണു ഇപ്പോൾ ബിഗ് ബോസിൽ കിടന്ന് കണ്ണീര് കുടിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ എൻ്റെ വീഡിയോസ് കൂടുതൽ കാണാനായിട്ട് എൻ്റെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.